ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. ഈ പരിശുദ്ധിയുടെ നാളുകളിലും കാബാലികർ രക്തദാഹികൾ കൊന്നൊടുക്കിയ ഒരു ഉപ്പയും കുഞ്ഞുമാണ്. 50,000-ലേറെ പാവപ്പെട്ട മനുഷ്യരെ ഇതുപോലെ കൊന്നൊടുക്കി. എന്റെ കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ എത്രമേൽ സുഖത്തിലും സൗഖ്യത്തിലുമാണ്. മഗ്‌രിബാങ്കിന്റെ സമയത്ത് തീന്മേശ നിറയെ നമുക്ക് ഭക്ഷണമുണ്ട്, ജ്യൂസുകളുണ്ട്, പലഹാരങ്ങളുണ്ട്. അത് ആസ്വദിക്കുമ്പോഴും അങ്ങ് ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ വെടിയൊച്ചകളും മിസൈലിന്റെ ശബ്ദങ്ങളിലും പട്ടിണിയിലുമാണ്. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റമദാനിന്റെ മനോഹര രാവുകൾ പടച്ചവനോട് കൈകൾ ഉയർത്തുമ്പോൾ ഈ പാവങ്ങളെ കൂടി മറക്കാതിരിക്കുക. ഒരു കാര്യം കൂടി പറയുന്നു, ഈ നിഷ്കളങ്കരായ ഈ മക്കളെ കൊന്നൊടുക്കിയാലും 50,000-ലേറെ മനുഷ്യരെ കൊന്നൊടുക്കി ദിവസവും 100 കണക്കിന് കുഞ്ഞുമക്കളെ കൊല്ലുകയാണ്. നിങ്ങൾ എത്ര തന്നെ കൊന്നൊടുക്കിയാലും രക്തദാഹികളെ ഫലസ്തീനിന്റെ മക്കൾ ചിരിക്കാതെ, ഫലസ്തീനിലെ പാവങ്ങൾ ആശ്വസിക്കാതെ ഈ ഭൂമി, ഈ പ്രപഞ്ചം അവസാനിക്കുകയില്ല. രക്തദാഹികളുടെ പതനവും അധപ്പതനവും സംഭവിക്കാതെ ഈ പ്രപഞ്ചം അവസാനിക്കുകയില്ല.